ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ മകനെ മകളെ ദാസാദാസി എന്ന് വിളിച്ചുകൊണ്ട് ഭാവിഭൂതം വർത്തമാനം പറയുന്ന ഒരാളായിട്ടല്ല. പിന്നെ ദൈവവചനത്തിന്റെ തീഷ്ണമായ തീവ്രമായ ആലോചനകളെ വേറെ ആരും കേട്ടിട്ടില്ലാത്തതും വേറൊരു പുസ്തകത്തിലും കിട്ടിയിട്ടില്ലാത്തതുമായ ആലോചന കർത്താവിൽ നിന്ന് കേട്ടിട്ടത് ജനത്തിന് കൊടുക്കാൻ കഴിയുന്ന പ്രവാചക വരേണ്യനാകാൻ കഴിയണം. തീഷ്ണമായി വളരെ ക്രാന്ത ദർശനത്തോടെ കർത്താവിന്റെ ആലോചന പകർന്നു കൊടുക്കുന്നവനെയാണ് എന്തോ വിളിക്കുക? പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന നാമമൊക്കെ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. ഉപജീവനത്തിന്റെ മാർഗത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടക്കുന്ന പ്രവാചകന്മാരെ നമുക്കറിയാം. ഞാൻ അതല്ല പറയുക. ദൈവത്തിന്റെ ആലോചന വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ? അത് വചനത്തിലൂടെയും അല്ലാതെ കർത്താവിൽ നിന്ന് കർത്താവ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തത് കേട്ടിട്ട് ജനത്തിലേക്ക് പകരുന്ന പ്രവാചകന്മാരാകാൻ ദൈവം ചിലരെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് വേദവിജ്ഞാനമില്ലെന്ന് പറഞ്ഞ് ഉൾവലിഞ്ഞു പുറകിലേക്ക് പോകേണ്ടതില്ല. നാവിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം പകർന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിന്റെ നാവ് അതിന്റെ തനിമയോടെ അങ്ങ് പ്രയോജനപ്പെടാൻ ഇടയാകും. പറയുന്നതൊക്കെ തിയോളജി ആയിരിക്കും. പിന്നെ ദൈവവചനത്തിന്റെ തീഷ്ണമായ പ്രചാരകരായി പ്രഘോഷകരായി ദൈവം അതിനു വേണ്ടി നമ്മളെ അങ്ങ് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്.